പക്ഷേ ജി വി ഹരി, ഇതിപ്പോ ഗാനമേളയുടെ കാര്യം മാത്രമല്ല, ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ കൂടി ഇടപെട്ടിട്ടുണ്ട്. അതായത് ഈ തോന്നുന്നവരൊക്കെ കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് തോന്നുന്നത്രയും ഫണ്ട് പിരിച്ച് ഓരോന്നും ചെയ്യേണ്ട, ദേവസ്വം ബോർഡിന്റെ സീലുള്ള റെസീറ്റ് ദേവസ്വം ക്ഷേത്രോപദേശക സമിതി വഴി ഫണ്ട് കളക്ഷൻ നടത്തിയത് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടയ്ക്കണം. അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫണ്ടാണല്ലോ. അല്ലാതെ ഫണ്ട് തോന്നുംപടി ചെലവഴിക്കുകയും തോന്നുംപടി ശേഖരിക്കുകയും ചെയ്യുന്ന പരിപാടി നിർത്തിക്കോളൂ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ശുദ്ധീകരണം ആവശ്യമുള്ള മേഖലയാണ്. ഈ ഇടപെടലുകൾ അതിന് പ്രത്യാശാജനകമായ ഒരു ഗുണം ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ്, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഉല്ലാസ് ബാബുവിന്റെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് അഭിലാഷിന് അറിയാവുന്ന സ്ഥലമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആൽത്തറ ദേവി ക്ഷേത്രം. ആൽത്തറ വെള്ളയമ്പലം ആൽത്തറ ദേവി ക്ഷേത്രത്തില് ഈ അടുത്ത ദിവസങ്ങളിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നോട്ടീസ് കൊടുത്തു അവിടുത്തെ പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കന്മാർക്ക്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ വെച്ച കൊടി മുഴുവൻ അഴിച്ചു മാറ്റണം, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ട സംഘർഷം ഉണ്ടായാൽ അതിന് നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കത്ത് വേണമെങ്കിൽ ആ കത്ത് ഞാൻ ഉല്ലാസ് ബാബുവിന് അയച്ചു തരാം. അപ്പൊ ഉല്ലാസ് ബാബു കുറച്ച് നേരത്തെയായിട്ട് പറയുന്നത് കേട്ടു, BJP അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് കൃത്യമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോഴാണ് CPM-ന് തോന്നിയത് ഇപ്പൊ ഞങ്ങളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള പരിപാടികളിൽ അഭിലാഷ് നേരത്തെ എന്നോട് പലതവണ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരുപാട് ആളുകൾ, ജയറാം അടക്കമുള്ള ആളുകൾ, ദിലീപ് അടക്കമുള്ള ആളുകൾ ക്ഷേത്രത്തിലൂടെയാണ് അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവ പറമ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ അതിനൊന്നും നെഗേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ആ കാലത്തിന് ശേഷം പിന്നീട് ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷമുള്ള പരിപാടികൾ അഭിലാഷ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില മെമിക്രി പരേഡുകളെ കണ്ടു കഴിഞ്ഞാൽ നിന്ന് നമ്മൾ പറയും തൊലി ഉരിഞ്ഞു. അതൊക്കെയാണ് ഈ ക്ഷേത്ര അമ്പലത്തിനകത്ത് നടക്കുന്നത്. ഇതൊക്കെയാണോ ഇവിടെ ചെയ്യേണ്ടത് എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള മിമിക്സ് പരേഡുകളാണ് ഇപ്പോഴത്തെ അമ്പലങ്ങളിൽ. അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ദേവി ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള പരിപാടികൾ വേണ്ട എന്ന് അവിടത്തെ കാണിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ താങ്കളോട് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാവുന്ന കേരള സ്കൂൾ കലോത്സവം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ പരിപാടികളും അവതരിപ്പിക്കാൻ അവസരമുണ്ടായി. അതിനകത്ത് സിനിമാറ്റിക് ഡാൻസ് അടക്കം ഉണ്ടായി. പിന്നീട് ഇതിനകത്ത് ഒരു അരാജകത്വം കണ്ടിട്ട്, അല്ലെങ്കിൽ ഇത് അരാജകമാണ് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചു, നമുക്കൊരു മാനുവൽ ഉണ്ടാക്കാം. ഒരു മാനുവലിലൂടെ എന്തൊക്കെ പരിപാടികളാകാം, എന്തൊക്കെ പരിപാടികൾ വേണ്ട. ഇപ്പൊ അഭിലാഷ്, നമുക്കറിയാവുന്ന പോലെ വസ്ത്രധാരണം നമ്മളെടുത്ത് പരിശോധിക്കുക. ആഹാരം, വസ്ത്രം, അതോടൊപ്പം തന്നെ ആചാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരു സിറ്റുവേഷൻ അനുസരിച്ചല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സ്വിമ്മിങ് സൂട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ കോട്ട് സൂട്ട് ഇട്ടുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകത്തില്ല. ഓരോന്നിനും സാമൂഹിക സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു അമ്പലത്തിൽ എന്തൊക്കെ ആകാം എന്നുള്ളതിന് ഒരു ചർച്ച ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ വിധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കും. ഇവിടെ നേരത്തെ രാഹുൽ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരുപാട് മറ്റ് മതങ്ങളിലുള്ള ആളുകൾ അവരുടെ ആരാധനാലയങ്ങൾ തുറന്നിട്ട് കൊടുക്കുന്നു. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ വളരെയധികം തെറ്റായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിന്റെ പേരിൽ നടക്കുന്ന പണപ്പിരിവുണ്ട്. അമ്പലത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ട്രസ്റ്റിന്റെ കാര്യമല്ല. ഇതിന് ചുറ്റുവട്ടത്ത് ഏകദേശം തിരുവനന്തപുരത്തെ ആറ്റുകാൽ അമ്പലത്തിന്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആറ്റുകാൽ പൊങ്കാല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പണം പിരിച്ച് നന്നായി കൃത്യമായി കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിന്റെ പേരിൽ പണം പിരിച്ച് 1 രൂപ പോലും ചെലവാക്കാത്ത ആളുകളെ എനിക്കറിയാം. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് പറഞ്ഞത്, ഇതിനൊരു ഓഡിറ്റ് ഉണ്ടാവണം, വളരെ കൃത്യമായ ഓഡിറ്റ് ഉണ്ടാവണം. നേരത്തെ പറഞ്ഞു ശ്രീ ഗോവൻ പറഞ്ഞതുപോലെ ഇതിന് 2 കമ്മിറ്റിയാണ്, ഒരു സംശയവുമില്ല. ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ പോലും ക്ഷേത്രോപദേശക സമിതിക്ക് കൂടാതെ ഉത്സവ കമ്മിറ്റി